ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, അതാ കണ്ടില്ലേ, നമ്മുടെ ഇന്നലത്തെ ബാലൻസ് വന്ന കുറച്ച് ചപ്പാത്തിയാണ്. ഒരു 3 ചപ്പാത്തി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ആ ചപ്പാത്തി വേസ്റ്റ് ആക്കാതെ നമുക്ക് ഒരു ചപ്പാത്തി ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചപ്പാത്തിയൊക്കെ ഞാൻ ചെറുതാക്കി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ചിലപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ ആക്കാം, അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളൊക്കെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടി അടുപ്പേ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തികളെ ഇട്ട് കൊടുക്കണം. അപ്പം ചപ്പാത്തിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് നല്ല മുരുമുരാന്ന് ആയി വരും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല കറുമുറയായിരിക്കുമേ. അപ്പം ഇങ്ങനെ കഴിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ബാലൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചപ്പാത്തിയും അങ്ങനെ ഒക്കെ കഴിക്കാൻ മടിയല്ലേ. ആ ഫ്രഷോടെ കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്കത് വേസ്റ്റ് ആവത്തുമില്ല, പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം ഇപ്പം മഴയൊക്കെ ഉള്ള സമയമല്ലേ, ഇപ്പം എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ ഇത്. അപ്പം നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതായത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഇഷ്ടപ്പെട്ടാലേ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം എന്താ ഒരു സെറ്റ് ഇങ്ങനെ നന്നായിട്ട് വറുത്ത് ഞാൻ ഇങ്ങനെ കോരി വെക്കുകയാണ്. പിന്നെ അടുത്തതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആകും. നമ്മളൊന്ന് എണ്ണയിൽ കിടന്ന് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, കാരണം അത്രയ്ക്കുള്ളതില്ല, 3 ചപ്പാത്തിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറച്ച് എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ അല്ല, ഗോൾഡൻ ആ മാതിരി ഒരു കളർ വന്നിട്ടുണ്ട്. എന്നിട്ട് അടുത്തതും കൂടെ 2 തവണ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് തീർന്നു. അധികം ചപ്പാത്തി ഇല്ലായിരുന്നല്ലോ. അപ്പം ഒരു 3 ചപ്പാത്തി കൊണ്ട് നമുക്ക് ഒരു വൈകുന്നേരത്തെ ഒരു ചെറിയ ചായക്കടി പോലെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാം ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ നല്ല കിരി സൗണ്ടാണ് കേട്ടോ. പിന്നെ അവസാനം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാട്ട് മസാല അതും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് മുളക് പൊടിയോ ഉപ്പും കൂടി ചേർത്താൽ മതി. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ചാട്ട് മസാലയ്ക്ക് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ചാട്ട് മസാല മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.